ൻ്റെ ഒരു ലെവല് നമ്മൾ ലാസ്റ്റ് ഒരു സെഷനിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ലിക്വിഡിറ്റിയും ബ്രേക്ക് സ്ട്രക്ചറും ഇതൊരു പെർഫെക്റ്റ് ഒബിയാണ്. വീക്ക്ലി ടൈം ഫ്രെയിമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രേഡ് പറഞ്ഞ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ അറൗണ്ട് 70% കൂടുതൽ ഒരു മൂവ്മെൻറ്റ് തന്നിട്ടാണ് നിൽക്കുന്നത്. ഒരു 90% വരെ പോയി. പക്ഷെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ഏരിയ അറൗണ്ട് ദിസ് പോയിൻ്റ് ആണ്. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്കൊരു 1:2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം, സേഫായിട്ട് ഇറങ്ങാം, കുഴപ്പമില്ലാത്തതാണ്. അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തന്നെയാണ് ടാർഗറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. 1:2 ഒരു സേഫർ ലെവലാണ്. ഇവിടെ വരെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1:3ക്ക് മുകളിൽ പിടിക്കാം. അതല്ല നിങ്ങൾ ലോങ് ടൈമിലേക്ക് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ലെവലിൻ്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ടും ഒരു കുഴപ്പമില്ല. കല്യാൺ ജ്വല്ലേഴ്സ് അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ലീഡർ തന്നെയാണ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ആഴ്ച ഫോക്കസ് ചെയ്യാനുള്ള സ്റ്റോക്ക് മറ്റൊരു സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ പേര് ഷെസാസായി പേപ്പർ ആൻഡ് ബോർഡ്സ് എന്നാണ്. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി ഫോർ മൈ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഇതും ഞാൻ എടുത്തിട്ടുള്ളത് വീക്ക്ലി ടൈം ഫ്രെയിം ആണ്. വീക്ക്ലി ടൈം ഫ്രെയിം ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും, അതുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഡെയിലി കിട്ടുകയാണെങ്കിൽ ഡെയിലി എടുക്കും. ഇത് വീക്ക്ലി കിട്ടിയതുകൊണ്ടാണ് വീക്ക്ലി ടൈം ഫ്രെയിം ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ OB വര ഇവിടെ ഇരിക്കും. അപ്പോൾ OB വെറുതെ ഡയറക്റ്റായിട്ട് വരയ്ക്കുന്നതിന് മുന്നേ ആ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതെങ്ങനെ മൂവ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഏത് ട്രെൻഡിലാണെന്നും കൂടി നോക്കുന്നതല്ലായിരിക്കും. അപ്പോൾ ട്രെൻഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് വീക്ക്ലി ടൈം ഫ്രെയിം തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബ്രേക്ക് സ്ട്രക്ചർ നമുക്കിവിടെ സ്മൂത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ബ്രേക്ക് സ്ട്രക്ചർ കൂടിയാണെന്ന് പറഞ്ഞു. അതുപോലെ ട്രെൻഡ് സ്റ്റിൽ അപ്പ് ട്രെൻഡാണ്, മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് അത് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലെവൽ പോസിബിൾ ആണ്. ഇപ്പോൾ ഒരു ആവശ്യത്തിന് ഇൻഡ്യൂസ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. കല്യാൺ ജ്വല്ലേഴ്സിൽ നമുക്ക് നല്ലൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അടിപൊളി ഇൻഡ്യൂസ്മെൻറ്റ് കാണാൻ സാധിക്കും. മാർക്കറ്റിലേക്ക് ആ ലെവലിലേക്ക് ഓൾറെഡി അത് മിറ്റിഗേറ്റ് ചെയ്ത് ഒരു 1-2 ആഴ്ച മുന്നേ അത് മിറ്റിഗേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു സേഫായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ കറൻറ്റ് എൻട്രി പോയിൻ്റ് ഏകദേശം ഇവിടെയായിട്ട് വരും. അപ്പോൾ നമുക്ക് 1:2 തന്നെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1:2 എന്ന് പറയുമ്പോൾ ഇത് അപ്പോൾ 1:2ലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും ലിക്വിഡിറ്റി ഇവിടെ അവൈലബിൾ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് പോസിബിളാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ. അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം പോയിട്ട് ഇതിൽ ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാതെ ഇപ്പോൾ നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ട്രേഡിംഗ് ലെവലുകളാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ലെവൽ നിങ്ങളുടെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്വയം പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അപ്പോൾ ഈ ലെവൽ OBയും കാര്യങ്ങളും എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇപ്പോൾ ഇത് എവിടെ ലിക്വിഡിറ്റി ബ്രേക്ക് സ്ട്രക്ചർ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതേ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ SMC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനെന്നല്ല, അപ്പോൾ ആരെങ്കിലും കയറി വന്നിട്ട് ഇന്ന ലെവൽ അടിപൊളിയാണ്, ഈ ലെവലിൽ ഇന്നൊരു വ്യൂ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ട്രേഡിലേക്ക് കയറാതിരിക്കുക. പഠിച്ചിട്ട് തറവാക്കിയതിന് ശേഷം മാത്രം ഒരു ക്വാണ്ടിറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുക. അതിലും നിങ്ങൾക്കൊരു 5-6 മാസത്തെ കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് നമ്മുടെ പൈസ കറക്കുക. ബിക്കോസ് ഇറ്റ്സ് യുവർ സ്വെറ്റ് നോട്ട് മൈൻ. അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലെവലുമായിട്ട് പിന്നീട് കാണാം. ഓൾ ദി ബെസ്റ്റ്. അതുവരേക്കും ബൈ.